നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വാണിജ്യ സിലിണ്ടർ വില വർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഹോട്ടൽ ഉടമകൾ വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു. നിയുക്ത MLA അഡ്വക്കേറ്റ് കെ രാജന് നടത്തറ പഞ്ചായത്ത് ഓഫീസിൽ സ്വീകരണം നൽകി. വിക്ടറി ITI ഒല്ലൂക്കര രക്തദാന ക്യാമ്പ് നടത്തി. CTV വാർത്ത ഫലം കണ്ടു. പുത്തൂർ മാന്നാമംഗലം റോഡിന് ഇരുവശത്തും വളർന്നു നിൽക്കുന്ന പുൽക്കാടുകൾ വെട്ടി വൃത്തിയാക്കൽ ആരംഭിച്ചു. ചുവന്ന മണ്ണ് സെന്റ് ജോർജ് പള്ളിയിൽ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. വാണിജ്യ സിലിണ്ടർ വില വർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഹോട്ടൽ ഉടമകൾ സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. ജില്ലയിൽ പണിമുടക്കിയ ഹോട്ടൽ ഉടമകൾ AG's ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. നിയുക്ത MLA രാജൻ പല്ലൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന നേതാക്കളായ ബിജുലാൽ, ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, ജില്ലാ സെക്രട്ടറി VR സുനിൽകുമാർ, NK അശോക് കുമാർ, കാറ്ററിംഗ് സംഘടനാ സംസ്ഥാന സെക്രട്ടറി ബാലൻ കല്യാണി എന്നിവർ സംസാരിച്ചു. ഒരു ദിവസം കട അടച്ചിട്ട് കഴിഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും. തലേ ദിവസം മുതൽ പണിക്കാരെ അറേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പിറ്റേ ദിവസത്തേക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ എല്ലാ രീതിയിലും ഒരു ദിവസം കട അടച്ചിട്ട് കഴിഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മേഖലയിലെ ആളുകള് ഇവിടെ എല്ലാവരും ഞാനിവിടെ എത്തിച്ചേർന്നപ്പോ ആലോചിക്കുകയാണ്, വളരെ സന്തോഷത്തിലാണ്. കട അടച്ചിടാൻ പറഞ്ഞപ്പോ സന്തോഷിക്കുന്ന ഒരു മേഖല ഇന്ന് ഇവിടെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആണ്. എന്താ കാരണം? കട അടച്ചിടലാണ് ഇപ്പൊ ഏറ്റവും ലാഭം. നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം ഒരു ദിവസമെങ്കിലും കട അടച്ചിട്ടാൽ അത്രയും നഷ്ടം കുറഞ്ഞു പോകും എന്നുള്ളത് കൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ സന്തോഷത്തിന്റെ തിമിർപ്പിലൂടെ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇവിടുത്തെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ എന്താ? ഇവിടെ ഒരു നിലയ്ക്കും നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ തൊഴിലാളികൾ വേണം. അങ്ങനെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നൊരു മേഖല ഹോട്ടൽ മേഖലയാണ്. ആശുപത്രികളിൽ ക്യാൻറ്റീൻ നടത്തുന്നു, വിവിധ ഹോസ്റ്റലുകൾക്ക് ക്യാൻറ്റീൻ നടത്തുന്നു, എല്ലാ മേഖലയിലും ബേക്കറികൾ നടത്തുന്നു, ബേക്കറികൾ ഭക്ഷണം ഉണ്ടാക്കുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിന് രാജ്യത്തുള്ള അമ്മമാരെ പോലെ, സഹോദരിമാരെ പോലെ വീട്ടിൽ ഭക്ഷണം നൽകുന്നത് പോലെ ഭക്ഷണം നൽകി സേവനം ചെയ്യുന്ന ഏറ്റവും നന്മ നിറഞ്ഞ ഒരു സേവനം ചെയ്യുന്ന മേഖലയാണ് ഹോട്ടൽ മേഖല. പക്ഷെ ഇന്ന് എന്താണ് സ്ഥിതി? ഞാൻ പലപ്പോഴും നേരത്തെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ചതുപോലെ പല മേഖലയിലും നമ്മൾ കടകളടച്ച് സമരം കണ്ടിട്ടുണ്ട്. എന്നാൽ ഹോട്ടൽ അടച്ച്, മെഡിക്കൽ ഷോപ്പ് അടച്ചുള്ള ഒരു സമരം നമ്മൾ കാണാറില്ല. ഇതാദ്യമായി കേരളത്തിൽ നമ്മൾ കണ്ടു. കേരളത്തിൽ വരുന്ന 1 ലക്ഷത്തോളം വരുന്ന ഹോട്ടൽ മേഖല ഇന്ന് പൂർണ്ണമായി അടഞ്ഞിരിക്കുകയാണ്. എന്താണ് കാരണം? നമുക്കറിയാം, യുദ്ധത്തിന് മുമ്പും യുദ്ധത്തിന് ശേഷവും എന്ന് പറഞ്ഞതുപോലെ യുദ്ധത്തിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ വാണിജ്യ ഗ്യാസിന് കുട്ടികൾക്ക് 19 കിലോ കുട്ടിക്ക് 100 കണക്കിന് രൂപ വർദ്ധിപ്പിച്ചു. ഞാൻ പിന്നെ പരിശോധിച്ചപ്പോൾ ഡിസംബർ 2025 1684 രൂപയായിരുന്നു വിലയെങ്കിൽ ഇന്ന് 6 മാസങ്ങൾ പിന്നിടുമ്പോൾ CBSE സ്കൂളുകളിൽ ത്രിഭാഷാ പദ്ധതി നിർബന്ധം. ജൂലൈ 1 മുതൽ 3ാം ഭാഷാ പഠനം ആരംഭിക്കണമെന്ന് അഫിലിയേറ്റഡ് സ്കൂളുകൾക്ക് ബോർഡ് കർശന നിർദ്ദേശം നൽകി. സർക്കുലർ എല്ലാ സ്കൂളുകൾക്കും കൈമാറി. CTV വാർത്ത ഫലം കണ്ടു. പുത്തൂർ മാന്നാമംഗലം റോഡിന് ഇരുവശത്തും വളർന്നു നിന്ന പുൽക്കാടുകൾ വെട്ടി വൃത്തിയാക്കൽ ആരംഭിച്ചു. പുത്തൂർ മാന്നാമംഗലം റോഡിന് ഇരുവശത്തും വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും തടസ്സമാകുന്ന രീതിയിലാണ് വ്യാപകമായി പുൽക്കാടുകൾ വളർന്നത്. റോഡരികിൽ പല സ്ഥലത്തും കന്നുകാലികളുടെ തീറ്റപ്പുല്ല് കൃഷി നടത്തുന്നതും യാത്രാ ദുരിതം സൃഷ്ടിച്ചു. റോഡരികിൽ പുല്ല് നിൽക്കുന്നത് മൂലം
വാഹനങ്ങൾക്ക് സൈഡ് നൽകാനോ ഇടറോഡിൽ നിന്ന് കയറി വരുന്ന വാഹനങ്ങളെ പ്രധാന റോഡിലൂടെ വരുന്ന വാഹന ഡ്രൈവർമാർക്ക് കാണാനോ കഴിയാത്ത അവസ്ഥയുമായിരുന്നു. ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ഏതാനും ദിവസം മുൻപ് CTV വാർത്ത നൽകി. ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പുത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് റോഡിലേക്ക് വളർന്നു നിൽക്കുന്ന പുൽക്കാടുകൾ വെട്ടിവൃത്തിയാക്കൽ ആരംഭിച്ചു. റോഡിന്റെ വശങ്ങളിൽ തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നത് കർശനമായും തടയുമെന്നും നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. വിക്ടറി ITI ഒല്ലൂക്കര രക്തദാന ക്യാമ്പ് നടത്തി. കഴിഞ്ഞ 49 വർഷമായി സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ മുന്നിട്ട് നിൽക്കുന്ന വിക്ടറി ITIയുടെ സ്ഥാപകനും കലാസാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖനും ഏവർക്കുമേറെ പ്രിയപ്പെട്ടവനുമായിരുന്ന R. ഗണേഷ് മാസ്റ്റർ വിട്ടുപിരിഞ്ഞ് മെയ് 1-ാം തീയതിക്ക് 23 വർഷം കഴിഞ്ഞു. ഗണേഷ് മാസ്റ്ററുടെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും IMAയുമായി ബന്ധപ്പെട്ട് രക്തദാന ക്യാമ്പ് നടത്താറുണ്ട്. മെയ് 6-ാം തീയതി ഒല്ലൂക്കര വിക്ടറി ITIയിൽ വെച്ച് രക്തദാന ക്യാമ്പ് നടന്നു. അഡ്മിനിസ്ട്രേറ്റർ സുന്ദരരാജൻ KG സ്വാഗതം ആശംസിച്ചു. പ്രിൻസിപ്പാൾ ചിത്രാംഗതൻ PV രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. IMA ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ രാധാകൃഷ്ണൻ, ഡോക്ടർ ബാലഗോപാലൻ, ഏഴരക്കൂട്ടം പ്രസിഡന്റ് സുരേഷ് ബാബു VG, തോംസൺ TV എന്നിവർ ആശംസകൾ അറിയിച്ചു. വിക്ടറി ITIയിലെ 150ഓളം ട്രെയിനികൾ സന്നദ്ധരായിരുന്നു. വിക്ടറി ITI MD പ്രശാന്ത് മേനോൻ, കോർപ്പറേഷൻ കൌൺസിലർ K. ഗോപാലകൃഷ്ണൻ എന്നിവരും ഉദ്യോഗസ്ഥരും ITI സ്റ്റാഫ് അംഗങ്ങളും സംബന്ധിച്ചു. വൈസ് പ്രിൻസിപ്പൽ A. സജീവൻ നന്ദി അറിയിച്ചു. അനുസ്മരണത്തോടനുബന്ധിച്ച് നമ്മൾ പല രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മെയ് 1-ാം തീയതി നമ്മൾ സാധിക്കടി കിറ്റ് വിതരണം നടത്തിയിരുന്നു. നമ്മൾ പട്ടിക്കാടുള്ള സ്നേഹാലയം ലക്ഷങ്ങൾ വന്ന് അവിടുത്തെ അന്തേവാസികൾക്കുള്ള സാനിറ്ററി കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എല്ലാ വർഷവും ഇവിടെ നമ്മൾ കുട്ടികളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. അതാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വളരെയധികം കുട്ടികൾ വളരെ ഊർജ്ജസ്വലമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. തന്നെ ഈ ഗണേശൻ മാഷെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ചുരുങ്ങിയ കാലഘട്ടമുണ്ട്. അദ്ദേഹം വളരെ 49 വയസ്സ് വരെ അദ്ദേഹം നമ്മൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ കാലഘട്ടത്തിൽ കൂടെ തന്നെ പല സ്ഥാപനങ്ങളും പടുത്തുവരുത്തുകയും വളരെ സാംസ്കാരിക രംഗത്ത് വളരെയധികം വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരുമിച്ച് ആ കാലഘട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവർ എല്ലാ കൂട്ടുകാരും ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ അനുസ്മരണങ്ങളും വളരെ അവിസ്മരണീയമായി കൊണ്ടാടാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ തരത്തിലുള്ള ബ്ലഡ് ഡൊണേഷൻ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. മണ്ണുത്തി പനഞ്ചകം ചിറയുടെ സൗന്ദര്യവൽക്കരണത്തിനായി നട്ടുവളർത്തിയ ചെടികളെല്ലാം ഉണങ്ങിപ്പോയി. ഭരണം മാറിയതോടെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ വേണ്ട രീതിയിൽ വില കൽപ്പിക്കാത്തതാണ് ഉണങ്ങിപ്പോകാൻ കാരണം. കുടുംബശ്രീ പ്രവർത്തകർ 10ഓളം പേർ സ്ഥിരമായി വന്ന് നനച്ചു പരിപാലിച്ചിരുന്ന ചെടികളാണ് കരിഞ്ഞുപോയത്. റീബിൽഡ് കേരളയുടെ ഭാഗമായി കൃഷിവകുപ്പ് നവീകരിച്ച പനഞ്ചകം ചിറ ഒരു പദ്ധതി ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായി. 10ഓളം കുടുംബശ്രീ പ്രവർത്തകർ പരിപാലിച്ച ചെടികളുടെ അവസ്ഥ അതിലെ കടന്നുപോകുന്ന ഏവരെയും വേദനിപ്പിക്കും. വിഭാവനം ചെയ്യുമ്പോൾ അത് സ്ഥിരമായി നടത്തിക്കൊണ്ടുപോകാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. ഭരണം മാറിയ വിവരമൊന്നും ചെടിക്കറിയില്ല. കോർപ്പറേഷൻ മേയറായിരുന്ന MK വർഗീസിന്റെ നേതൃത്വത്തിലാണ് ഈ ചെടികൾ വച്ചുപിടിപ്പിക്കുന്ന പരിപാടികൾ നടന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അദ്ദേഹം മാറിയതിനു ശേഷം വേണ്ട ശ്രദ്ധ ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ അധികാരികൾ എടുത്തില്ല എന്നത് വേദനാജനകമാണ്. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും
ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കുട്ടികളിൽ കലയും സാഹിത്യവും നാട്ടറിവുകളും സമന്വയിപ്പിച്ച് അഖില കേരള ബാലജന സഖ്യം തൃശൂർ യൂണിയൻ വേനൽക്കൂട്ടം അവധിക്കാല ക്യാമ്പ് തൃശൂർ സെന്റ് തോമസ് ഹൈസ്കൂളിൽ നടത്തി. സാഹിത്യകാരൻ CR ദാസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് സൊലേഹ് അധ്യക്ഷനായി. ജോനാഥ് ടി ജോയ്, എഴുത്തുകാരി മീന അരവിന്ദ്, സഖ്യം തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ്, വിധു കൃഷ്ണ, ഇവാഞ്ചലിൻ ജോഷി എന്നിവർ പ്രസംഗിച്ചു. ചിത്രം വരയും പാട്ടും വിഷയത്തിൽ ചിത്രകലാ അധ്യാപക അനിത വർമ്മ, പഴഞ്ചൊല്ലുകളും നാട്ടറിവുകളും നാട്ടറിവ് പരിശീലകൻ ജയൻ എടത്ര, പ്രസംഗകല ലഹരി വിരുദ്ധം വിഷയത്തിൽ KL ആന്റണി, വരയിലെ വർണ്ണങ്ങൾ ചിത്രകാരി ജീന നിയാസ് എന്നിവർ ക്ലാസുകൾ നൽകി. മികച്ച ക്യാമ്പ് അംഗങ്ങളായി ജെറോം രാജീവ്, നന്ദന സാന്റോ എന്നിവരെ തെരഞ്ഞെടുത്തു. ആന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ അടിക്കുറിപ്പ് മത്സരത്തിൽ ജീവലാം സഖ്യാംഗം ലീനറ്റ് വിജയിയായി. ക്യാമ്പ് അവലോകനം, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. അക്ഷര മണികണ്ഠൻ പ്രാർത്ഥനാ ഗീതം ആലപിച്ചു. പങ്കെടുത്ത അതിഥികൾക്ക് പുസ്തകങ്ങൾ സമ്മാനിച്ചു. നിയുക്ത MLA അഡ്വക്കേറ്റ് K രാജന് നടത്തറ പഞ്ചായത്ത് ഓഫീസിൽ സ്വീകരണം നൽകി. പഞ്ചായത്ത് ഓഫീസിലെത്തിയ MLAയെ പ്രസിഡന്റ് ജോബി ജോസ് പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം ഒല്ലൂരിന്റെ MLA ആയിരുന്ന K രാജൻ ഇത്തവണയും മികച്ച ഭൂരിപക്ഷം നേടി വിജയം കരസ്ഥമാക്കി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത ജനാർദ്ദനൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് CV, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ വിജിഷ എന്നിവരും ഉണ്ടായിരുന്നു. പുതിയ സർക്കാരിൽ പ്രതീക്ഷകൾ അർപ്പിച്ച് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ മാർച്ച് ഏപ്രിൽ മാസത്തെ വേതനം കുടിശ്ശികയാണെന്നും യോഗം ഇത് സംബന്ധിച്ച നിവേദനം തയ്യാറാക്കി മുഖ്യമന്ത്രിക്കും ഭക്ഷ്യവകുപ്പ് മന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും സമർപ്പിക്കുമെന്നും പറഞ്ഞു. മുടങ്ങാതെ റേഷൻ കൃത്യസമയത്ത് ലഭ്യമാക്കുക, മാവേലി സ്റ്റോറിലെ പോലെ സബ്സിഡി പലവ്യഞ്ജനങ്ങൾ റേഷൻ കടകളിൽ ലഭ്യമാക്കി പൊതുവിതരണം ശക്തമാക്കുക, വേതനം പരിഷ്കരിച്ച് എല്ലാ മാസവും 10-ാം തീയതിക്കകം നൽകുക, KTPDS ഉത്തരവിലെ ഭേദഗതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക, സെയിൽസ്മാന് മിനിമം വേതനം നിശ്ചയിക്കുക, റേഷൻ വ്യാപാരികൾക്കും സെയിൽസ്മാനും ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാടാമ്പുഴ മൂസ, ജനറൽ സെക്രട്ടറി KB ബിജു, ട്രഷറർ V അജിത് കുമാർ, വൈസ് പ്രസിഡന്റുമാരായ തൈക്കൻ സത്താർ, ശിവദാസ് വേലിക്കാട്, സംസ്ഥാന സെക്രട്ടറി ജെയിംസ് വാഴക്കാല,
തൃശൂർ ജില്ലാ പ്രസിഡന്റ് CP ജോയ്, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് TR രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള ലൈബ്രറിയൻസ് മീറ്റ് 2026 തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മെയ് 9 വിമല കോളേജിലാണ് മീറ്റ്. ലൈബ്രറി പ്ലാനിംഗ് കൺസൾട്ടന്റ് ഫാദർ ജോൺ നീലങ്കാവിൽ ഉദ്ഘാടനം നിർവഹിക്കും. സോവനീർ പ്രകാശനം സംഗീത സംവിധായകൻ കലാമണ്ഡലം ജോയ് ചെറുവത്തൂർ നിർവഹിക്കും. AKLM ചെയർമാൻ ഡോക്ടർ സ്റ്റാൻലി ജെയിംസ് അധ്യക്ഷനാകും. ഈ വർഷത്തെ പ്രൊഫഷണൽ ലീഡർഷിപ്പ് അവാർഡ് കേരള കേന്ദ്ര സർവകലാശാല മുൻ ലൈബ്രറിയൻ ഡോക്ടർ ദിനേശൻ കൂവക്കായിക്കും. ബെസ്റ്റ് റിസർച്ച് അവാർഡ് തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KG സുധീറിനും സമ്മാനിക്കും. 75 വയസ്സ് പൂർത്തിയാക്കിയ ലൈബ്രറിയന്മാരെ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സ്റ്റാൻലി ജെയിംസ് പ്രദീപം, രമ്യ രാജൻ, സിസ്റ്റർ ജിസ്ന ജോസ് എന്നിവർ പങ്കെടുക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി അംഗൻവാടി ജീവനക്കാർ. ഓൺലൈൻ വഴി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് 5G സൗകര്യമുള്ള മൊബൈൽ ഫോൺ നൽകുക, റീചാർജ് ചെയ്യാൻ പ്രതിമാസം നിശ്ചിത തുക അനുവദിക്കുക, വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്ന ആധാർ EKYC FRS രജിസ്ട്രേഷൻ നിർത്തലാക്കുക, ഇൻസെന്റീവ് ഇനത്തിലുള്ള കുടിശ്ശിക പൂർണ്ണമായും അനുവദിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ സമരത്തിലേക്ക് നീങ്ങുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി 2025 ഓഗസ്റ്റിൽ ഡിജിറ്റൽ സൂചനാ സമരം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ വകുപ്പ് ഡയറക്ടർ 3 മാസത്തിനുള്ളിൽ ഉപകരണങ്ങൾ നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം ലഭിച്ചില്ലെന്ന് കാണിച്ച് 6 മാസം പിന്നിട്ടിട്ടും വാക്കുപാലിച്ചില്ല. ഓൺലൈൻ സമരത്തിൽ നിന്ന് ജീവനക്കാർ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നു. ഈ മാസം 15 എല്ലാ ജില്ലകളിലും വനിതാ ശിശു വികസന വകുപ്പ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. പരിഹാരമുണ്ടായില്ലെങ്കിൽ മെയ് 22 വകുപ്പ് ഡയറക്ടർ ഓഫീസ് വളഞ്ഞ് ധർണ സമരം നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KK പ്രസന്നകുമാരി, പ്രസിഡന്റ് M ഷിജില, ജോയിന്റ് സെക്രട്ടറി V സരള, A തങ്കമണി എന്നിവർ പങ്കെടുത്തു. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. ചുവന്നമണ്ണ് സെന്റ് ജോർജ് പള്ളിയിൽ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. ചുവന്നമണ്ണ് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ 5, 6 തീയതികളിൽ ആഘോഷിച്ചു. തുമ്പമൺ ഭദ്രാസനാധിപൻ അഭിവന്യ യൂഹന്നാൻ മോർ മെലിത്യോസ് മെത്രാപ്പോലിത്ത കുർബാനയർപ്പിച്ചു. പള്ളിയിൽ നിന്ന് റാസ ആരംഭിച്ച് ചുവന്നമണ്ണിലെ കപ്പേളയിൽ ധൂപപ്രാർത്ഥന നടത്തി തിരിച്ച് പള്ളിയിലെത്തി സമാപിച്ചു. വികാരി ഫാദർ ജോബി പാപ്പാളിൽ, തൃശൂർ ഭദ്രാസന സെക്രട്ടറി ഫാദർ ബേസിൽ തെക്കുമടം, വൈദിക സെക്രട്ടറി ഫാദർ ബേസിൽ കൊല്ലാർമാലി, ഫാദർ റെജി കുഴിക്കാട്ടിൽ, ഫാദർ ജെയ്സൺ K ജോർജ് എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. ക്രമീകരണങ്ങൾക്ക് ട്രസ്റ്റി റെജി വർഗീസ് പുത്താങ്കുഴിയിൽ, സെക്രട്ടറി എൽദോസ് ചൂണ്ടക്കാട്ടിൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ഒരുപോലെ
തൃശൂർ സ്പോർട്സ് കൗൺസിൽ ചെസ് ക്യാമ്പ് സമാപിച്ചു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ചെസ് തൃശൂരിന്റെ സഹകരണത്തോടെ നടത്തിയ പ്രഥമ അവധിക്കാല ചെസ് പരിശീലന ക്യാമ്പ് VKN മെനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം TP ജിൽട്ടന്റെ അധ്യക്ഷതയിൽ സമാപന യോഗത്തിൽ കൗൺസിൽ സെക്രട്ടറി TN സ്മിത കുട്ടികൾക്കുള്ള ട്രോഫികളും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. അജിത് കുമാർ രാജ, പ്രൊഫസർ NR അനിൽകുമാർ, KS പ്രീത, ഓഷ്യൻ അനിൽകുമാർ, VS മനിൽ, CT അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. അടുത്ത പരിശീലന ക്യാമ്പ് മെയ് 9 ആരംഭിക്കുന്നുണ്ട്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9744727522 എന്ന നമ്പറിൽ വിളിക്കുക. നിയുക്ത MLA രാജൻ ജെ പല്ലൻ ജനങ്ങളോട് നന്ദി അറിയിച്ചു. കോട്ടപ്പുറം, ചക്കാമുക്ക്, പൂങ്കുന്നം, പാട്ടുരാക്കൽ, വിയൂർ പവർ ഹൌസ്, പള്ളിമൂല, രാമവർമ്മപുരം, വില്ലടം, കുച്ചുമുക്ക്, ചേറൂർ, പെരിങ്ങാവ്, ചെമ്പൂക്കാവ്, പുത്തൻവെട്ടുവഴി, നെല്ലങ്കര, മുക്കാട്ടുകര, മണ്ണുത്തി, ഒല്ലൂക്കര, കാളത്തോട്, പറവട്ടാനി, ഫാത്തിമ നഗർ സെന്റർ, മിഷൻ ക്വാർട്ടേഴ്സ്, കുരീച്ചിറ വഴി വടൂക്കരയിൽ സമാപിച്ചു. എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും പ്രവർത്തകർ ബൈക്ക് റാലി DCCയിൽ നിന്ന് ആരംഭിച്ച് MLA രാജൻ പല്ലൻ മണ്ണുത്തി മഹാത്മാ സെന്ററിലെത്തി. മണ്ഡലം പ്രസിഡന്റ് സ്വീകരണം നൽകി. ആഹ്ലാദ പ്രകടനത്തിൽ കൌൺസിലർമാർ സിജോ മോൾ, ഗോപാലകൃഷ്ണൻ, ശ്യാമള വേണുഗോപാൽ, മണ്ഡലം സെക്രട്ടറി എന്നിവർ നേതൃത്വം നൽകി. നാട്ടികയിൽ 6.5 കിലോ കഞ്ചാവും മാരകായുധങ്ങളും പിടിച്ചെടുത്ത കേസിൽ ഒരു പ്രതി കൂടി റിമാൻഡിൽ. തൃശൂർ റൂറൽ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കഴിമ്പ്രം സ്വദേശി തൊട്ടാരത്ത് വീട്ടിൽ നന്ദു കൃഷ്ണയാണ് പിടിയിലായത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മീൻപിടുത്തക്കാരനെന്ന വ്യാജേന കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന നാട്ടിക ബീച്ച് സ്വദേശി പുഞ്ചപ്പാടത്ത് വീട്ടിൽ വിഷ്ണുവിനെ ലഹരിമരുന്ന് ശേഖരവുമായി തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയിരുന്നു. വിഷ്ണുവിന്റെ വീടിന്റെ ടെറസിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു 6.5 കിലോ കഞ്ചാവ്. വടിവാൾ, കത്തി, എയർഗൺ, ഡിജിറ്റൽ ത്രാസ് എന്നിവ കണ്ടെടുത്തു. നാട്ടിലെ തോടുകളിലും കുളങ്ങളിലും മീൻ പിടിക്കാനെന്ന മട്ടിൽ പോയി ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ കഞ്ചാവ് കൈമാറുന്നതായിരുന്നു രീതി. ഈ കേസിൽ വിഷ്ണുവിന് കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്ന വലപ്പാട് സ്വദേശി പണിക്ക് വീട്ടിൽ മുഹമ്മദ് ഷെജി എന്നയാളെ മാർച്ച് 14 അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും.
വാണിജ്യ സിലിണ്ടർ വില വർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഹോട്ടൽ ഉടമകൾ വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു. നിയുക്ത MLA അഡ്വക്കേറ്റ് കെ രാജന് നടത്തറ പഞ്ചായത്ത് ഓഫീസിൽ സ്വീകരണം നൽകി. വിക്ടറി ITI ഒല്ലൂക്കര രക്തദാന ക്യാമ്പ് നടത്തി. CTV വാർത്ത ഫലം കണ്ടു. പുത്തൂർ മാന്നാമംഗലം റോഡിന് ഇരുവശത്തും വളർന്നു നിൽക്കുന്ന പുൽക്കാടുകൾ വെട്ടി വൃത്തിയാക്കൽ ആരംഭിച്ചു. ചുവന്ന മണ്ണ് സെന്റ് ജോർജ് പള്ളിയിൽ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.